ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു സെയിൽസ്ഫോഴ്സ് മലയാളം. അപ്പോൾ നമ്മളിന്ന് സെയിൽസ്ഫോഴ്സിൽ ഒരു ഒബ്ജക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു. കണ്ടിട്ടില്ലാത്തവരതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ആദ്യം സെയിൽസ്ഫോഴ്സിലേക്ക് ലോഗിൻ ചെയ്യാം. ബേസിക്കലി സെയിൽസ്ഫോഴ്സിൽ രണ്ട് തരം ഒബ്ജക്ട്സുകളുണ്ട്. ഒന്ന് സ്റ്റാൻഡേർഡ് ഒബ്ജക്റ്റ്, മറ്റൊന്ന് കസ്റ്റം ഒബ്ജക്റ്റ്. സ്റ്റാൻഡേർഡ് ഒബ്ജക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽസ്ഫോഴ്സിൽ നമ്മളൊരു ഓർഗ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ സെയിൽസ്ഫോഴ്സ് ഡീഫോൾട്ടായിട്ട് നമുക്ക് തരുന്ന കുറേ ഒബ്ജക്റ്റുകളുണ്ട്. അക്കൗണ്ട്, ലീഡ്സ്, കോൺടാക്റ്റ്, ഓപ്പർച്യൂണിറ്റി, ഇതൊക്കെ സെയിൽസ്ഫോഴ്സ് നമുക്ക് ഓൾറെഡി തന്നിരിക്കുന്ന ചില ഒബ്ജക്റ്റുകളാണ്. അപ്പം ഈ ഒബ്ജക്റ്റുകളെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഒബ്ജക്ട്സ് എന്ന് വിളിക്കുന്നത്. ഇനി അതല്ല, നമ്മുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റുകളെയാണ് നമ്മൾ കസ്റ്റം ഒബ്ജക്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു കസ്റ്റം ഒബ്ജക്റ്റാണ്. ഓക്കെ, സോ ഒരു കസ്റ്റം ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഗിയർ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്ന് സെറ്റപ്പ് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇതാണ് സെറ്റപ്പിൻ്റെ ഇൻ്റർഫേസ്. മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒബ്ജക്റ്റ് മാനേജർ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതായത് ഒബ്ജക്റ്റുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള എല്ലാ കോൺഫിഗറേഷനും നമ്മൾ ഇവിടെ നിന്നാണ് ചെയ്യുന്നത്. നമ്മളപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവാം. അപ്പോൾ റൈറ്റ് സൈഡിൽ ക്രിയേറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കവിടെ കസ്റ്റം ഒബ്ജക്റ്റ് എന്നൊരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ഓപ്പണായി വരും. ഇതിനകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസാണ് കൊടുക്കുന്നത്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്താണ് ലേബൽ. ലേബൽ എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഈ ഒബ്ജക്റ്റിൻ്റെ പേര്. അതായത് സെയിൽസ്ഫോഴ്സിൻ്റെ ഓർഗിൽ അഥവാ സെയിൽസ്ഫോഴ്സിൻ്റെ ലേഔട്ടിൽ ഈ ഒബ്ജക്റ്റ് ഏത് പേരിലാണ് അറിയപ്പെടേണ്ടത് എന്നുള്ളതാണ് നമ്മളിവിടെ ലേബൽ കൊടുക്കുന്നത്. ഓക്കെ, അത് പേരായതുകൊണ്ട് തന്നെ അതിൻ്റെ സിംഗുലറും പ്ലൂറലും നമ്മൾ തന്നെ കൊടുക്കണം. അപ്പം ലേബൽ ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നു. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒബ്ജക്റ്റ് നെയിം ഇവിടെ ജനറേറ്റ് ആകുന്നത് നമുക്ക് കാണാം. ഇനി നമുക്ക് എന്താണ് ഈ API നെയിം എന്ന് നോക്കാം. API നെയിം എന്ന് പറഞ്ഞ ഒരു ഐഡൻറ്റിഫയർ ആണ്. സെയിൽസ്ഫോഴ്സിന് നമ്മുടെ കോമ്പണൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടേമാണ് API നെയിം. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ ലേബൽ, ഇപ്പം നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ലേബൽ നോക്കിയാൽ മൈ കസ്റ്റം ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ലേബലാണ്. ഇതേ ലേബലിൽ നമുക്ക് എത്ര ഒബ്ജക്റ്റ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ സെയിൽസ്ഫോഴ്സിന് ഇത് ഐഡൻറ്റിഫൈ ചെയ്യണം, നമ്മൾ ഏത് ഒബ്ജക്റ്റിനെയാണ് റെഫർ ചെയ്യുന്നത്. സപ്പോസ് നമ്മൾ എന്തെങ്കിലും പ്രോഗ്രാമിംഗ് എഴുതുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ കസ്റ്റം ഒബ്ജക്റ്റിനെ മെൻഷൻ ചെയ്യുമ്പം ഇത് ഏത് കസ്റ്റം ഒബ്ജക്റ്റാണ് നമ്മൾ പറയുന്നത്, അഥവാ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് സെയിൽസ്ഫോഴ്സിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു API നെയിം സെയിൽസ്ഫോഴ്സ് യൂസ് ചെയ്യുന്നത്. അതായത് സെയിൽസ്ഫോഴ്സിൽ ഈ API നെയിം യൂണീക്ക് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽപ്പ് ആൻഡ് ട്രെയിനിങ് വിൻഡോ എങ്ങനെ ഓപ്പൺ ചെയ്യണമെന്നാണ്. അത് നമ്മുടെ സെയിൽസ്ഫോഴ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റിൽ ഓപ്പൺ ആക്കണോ, അതല്ല നമുക്ക് എന്തെങ്കിലും ഒരു VFX പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സെക്കൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ആ VFX പേജ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് റെക്കോർഡ് നെയിം എങ്ങനെ വേണമെന്ന് സെലക്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഡേറ്റ ടൈപ്പ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ടെക്സ്റ്റും ഉണ്ട്, ഓട്ടോ നമ്പറും ഉണ്ട്. ഓക്കെ, എന്നിട്ട് ഇവിടെ നമുക്ക് നോക്കാം. അതുപോലെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ കാണാം റെക്കോർഡ് നെയിം ഓട്ടോമാറ്റിക്കലി പോപ്പപ്പ് ആയിട്ടുണ്ട്. അതായത് ഈ റെക്കോർഡ് നെയിം അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന റെക്കോർഡ് അത് ഏത് പേരിലായിരിക്കണം ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ഒന്നെങ്കിൽ നമുക്കൊരു പേരായിട്ട് ഡിസ്പ്ലേ ചെയ്യാം, അതല്ല ഒരു നമ്പറായിട്ട് ഡിസ്പ്ലേ ചെയ്യാം. അടുത്തത് ഓപ്ഷണൽ ഫീച്ചേഴ്സാണ്. അതായത് ഇത് വേണമെങ്കിൽ നമുക്ക് ഇനേബിൾ ചെയ്യാം, വേണ്ടെങ്കിലും നമുക്ക് ഒഴിവാക്കാം. പിന്നെ ഇത് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് വീണ്ടും സെയിൽസ്ഫോഴ്സ് ഇത് ഇനേബിൾ ചെയ്യാൻ പറ്റും. അതായത് റിപ്പോർട്ട്സ്, ആക്ടിവിറ്റീസ് ഒക്കെ ആഡ് ചെയ്യണോ, അഥവാ ഫീൽഡ് ട്രാക്കിംഗ് എനേബിൾ ചെയ്യണോ. ഫീൽഡ് ട്രാക്കിംഗ് എനേബിൾ ചെയ്യുന്ന വെച്ച് പറയുമ്പോൾ അതായത് നമ്മൾ ഫീൽഡിനകത്ത് ഏതെങ്കിലുമൊക്കെ യൂസേഴ്സ് ചേഞ്ചസ് വരുത്തുവാണെങ്കിലും എല്ലാ ചേഞ്ചസും റെക്കോർഡഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒരു ഫീൽഡിലെ ചേഞ്ചസ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അതുപോലുള്ള ഫീച്ചേഴ്സ് ആഡ് ചെയ്യണോ. ഓക്കെ, അതുപോലെ തന്നെ ഇതിനെ ചാറ്റ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യണോ എന്നൊക്കെയുള്ള ഫീച്ചേഴ്സാണ്. ഇപ്പോൾ ഈ ഫീച്ചേഴ്സ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, താല്പര്യമില്ലെങ്കിൽ നമുക്ക് അൺചെക്ക് ചെയ്യാം. പിന്നെ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്കിത് ഇനേബിൾ ചെയ്യാൻ പറ്റും. അടുത്തത് ഒബ്ജക്റ്റ് ക്ലാസിഫിക്കേഷനാണ്. അതായത് ഷെയറിങ്, ബൾക്ക് API അല്ലെങ്കിൽ ബൾക്ക് API ആക്സസ് ഒക്കെ ഇനേബിൾ ചെയ്യണമെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവ നമ്മൾ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ സെയിൽസ്ഫോഴ്സ് ഇതിനെ എൻ്റർപ്രൈസ് ആപ്ലിക്കേഷൻ ഒബ്ജക്റ്റായിട്ട് കൺസിഡർ ചെയ്യും, അതല്ലെങ്കിൽ ഇതിനെ ഒരു ലൈറ്റ്നിങ് ആപ്ലിക്കേഷൻ ഒബ്ജക്റ്റായിട്ട് കൺസിഡർ ചെയ്യും. സോ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിതിനെ ഈ ഒബ്ജക്റ്റിൻ്റെ യൂസ് കേസസിൽ നമുക്ക് പറയാം. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്നാണ് പറയുന്നത്, അതുകൊണ്ട് നമുക്കിതിനെ പിന്നീട് നോക്കാം. അടുത്തത് ഡിപ്ലോയ്മെൻറ്റ് സ്റ്റാറ്റസ്. ഇതിനകത്ത് നമ്മൾ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്, ഒന്ന് ഇൻ ഡിപ്ലോയ്മെൻറ്റും ഡിപ്ലോയിഡും. അതായത് നമ്മൾ ഈ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അപ്പോൾ തന്നെ നമുക്ക് സെയിൽസ്ഫോഴ്സിൽ ഈ ഒബ്ജക്റ്റ് യൂസ് ചെയ്ത് തുടങ്ങണമെങ്കിൽ നമുക്ക് ഡിപ്ലോയിഡ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതല്ല, നമുക്ക് ഇനിയും കുറേ കസ്റ്റമൈസേഷനൊക്കെ വരുത്തിയതിന് ശേഷം പിന്നീട് ഇത് ആക്റ്റീവ് ആക്കിയാൽ മതി, ഈ ഒബ്ജക്റ്റ് ആക്ടിവേറ്റ് ആക്കിയാൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻ ഡിപ്ലോയ്മെൻറ്റ് കൊടുക്കാം. അടുത്തത് അലോ സെർച്ച്. ഈ ഓപ്ഷൻ നമ്മൾ ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റിനകത്തുള്ള റെക്കോർഡ്സിനെ നമ്മൾ ഗ്ലോബൽ സെർച്ചിൽ ഉൾപ്പെടുത്തും. അതായത് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഈ ഒബ്ജക്റ്റിനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഈ ഒബ്ജക്റ്റിലെ റെക്കോർഡ്സിനെ. അടുത്തതെന്ന് പറയുന്നത്
അടുത്തത് ആഡ് നോട്ട്സ് ആൻഡ് അറ്റാച്ച്മെൻറ്റ് റിലേറ്റഡ് ലിസ്റ്റ് ഡിഫോൾട്ട് പേജ് ലേഔട്ട്. ഇതെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചില ഒബ്ജക്റ്റുകളുടെ ഔട്ട്കം ഉണ്ടാവും, അത് മേ ബി ജനറേറ്റ് ആവുന്നത് ഒരു PDF അല്ലെങ്കിൽ വേഡ് ഫോർമാറ്റിലോ ഒക്കെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു എഗ്രിമെൻറ്റ് ക്രിയേഷനാണ് ചെയ്യുന്നതെങ്കിൽ എഗ്രിമെൻറ്റിൻ്റെ ഔട്ട്കം വരുന്നത് ഒരു എഗ്രിമെൻറ്റ് പേജ് ആയിട്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു പേജ് മേ ബി ഒരു PDF പേജ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വേർഡ് പേജ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു എക്സൽ ഫോർമാറ്റ് ആയിരിക്കാം. സോ ഏതൊരു ഫോർമാറ്റിലാണോ വരുന്നത് ആ ഒരു കണ്ടൻറ്റിനെ ഒരു അറ്റാച്ച്മെൻ്റ് ആയിട്ട് നമുക്ക് ഈ ഒബ്ജക്റ്റിൽ തന്നെ ആഡ് ചെയ്യാം. അതല്ലെങ്കിൽ അതിന് വേണ്ടി നമുക്ക് സെപ്പറേറ്റ് വേറൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്നാണ് ഇത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ യൂസ് കേസസിലേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ചെയ്യുമ്പോഴേ നമുക്ക് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് അങ്ങനത്തെ ഒരു വീഡിയോ നമ്മൾ പിന്നീട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അടുത്ത ഓപ്ഷൻ നമ്മൾ ഇനേബിൾ ചെയ്യുന്നില്ല. ഇനേബിൾ ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുമെന്ന് ഞാൻ കാണിച്ചുതരാം. ഇനേബിൾ ചെയ്താൽ എന്ത് സംഭവിക്കുമെന്നും പറയാം. അതിന് താഴെ 3 ഓപ്ഷൻസ് ഉണ്ട്. സേവ് ആൻഡ് ന്യൂ, ക്യാൻസൽ. ഈ 3 ബട്ടൺസ് ഉണ്ട്. ഇതിൽ ആദ്യത്തെ നമുക്കറിയാം, സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആവും. ദാറ്റ്സ് ഇറ്റ്. സേവ് ആൻഡ് ന്യൂ എന്ന് പറയുകയാണെങ്കിൽ ഈ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആവും. അതുപോലെ തന്നെ ഇതേപോലെ സെയിം ഒരു ഇൻ്റർഫേസ് ഓപ്പൺ ആയിട്ട് വരും. നമുക്ക് ഒന്നിൽ കൂടുതൽ ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഓരോ പ്രാവശ്യം ഇതേപോലെ ഒബ്ജക്റ്റ് മാനേജറിൽ പോയിട്ട് ക്രിയേറ്റ് എടുത്ത് ചെയ്യേണ്ട കാര്യമില്ല. ഈ സേവ് ആൻഡ് ന്യൂ കൊടുക്കുമ്പം ഓരോ പ്രാവശ്യവും ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയതിനു ശേഷം വീണ്ടും സെയിം ഇൻ്റർഫേസ് ഓപ്പൺ ആയിട്ട് വരും. ക്യാൻസൽ നമുക്കറിയാം, ജസ്റ്റ് ഇതൊന്നും വേണ്ടെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം API നെയിം വന്നിട്ടുണ്ട്. ഒബ്ജക്റ്റിൻ്റെ സിംഗുലർ നെയിമും പ്ലൂറൽ നെയിമും എല്ലാം, അതുപോലെ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണാൻ പറ്റും. ഇനി നമുക്ക് ഈ ഒബ്ജക്റ്റ് ഒന്ന് ആക്സസ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നില്ല. ഇപ്പോൾ നമ്മൾ ഫുള്ള് നോക്കിയാലും കണ്ടില്ല, ആപ്ലിക്കേഷനകത്തോ ഒബ്ജക്റ്റിനകത്തോ ഇത് ലിസ്റ്റ് ചെയ്യുന്നില്ല. അത് എന്തുകൊണ്ടാണ് ലിസ്റ്റ് ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം എല്ലാ ഒബ്ജക്റ്റുകളും ഒരു ടാബിൻ്റെ അണ്ടറിലാണ് അസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ടാബ് ക്രിയേറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ഇത് ലിസ്റ്റ് ചെയ്യാത്തത്. അതിനായിട്ട് നമുക്ക് ആദ്യം ടാബ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടി നമുക്ക് ഇവിടെ ഹോമിൽ പോവാം. ജസ്റ്റ് ടാബ് എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ടാബ് എന്ന് ഓപ്പൺ ആയിട്ട് വരും. ടാബിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കസ്റ്റം ഒബ്ജക്റ്റ് ടാബ് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. അതിൻ്റെ തൊട്ട് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വെബ് ടാബ്, വിഷ്വൽ ഫോഴ്സ് ടാബ്, ലൈറ്റ്നിങ് കോമ്പണൻറ്റ് ടാബ്, ഇതൊക്കെ ഇവിടെ നിന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് ഈ കസ്റ്റം ഒബ്ജക്റ്റ് ടാബിൽ ന്യൂ എന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഈ ഒബ്ജക്റ്റ് ലിസ്റ്റിനകത്ത് നമ്മുടെ സെയിൽസ്ഫോഴ്സിനകത്തുള്ള എല്ലാ കസ്റ്റം ഒബ്ജക്റ്റുകളും ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിനകത്തുനിന്ന് നമ്മുടെ ഒബ്ജക്റ്റ് നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇനി ഇതിനകത്തുനിന്ന് നമുക്കൊരു ഐക്കൺ സെലക്ട് ചെയ്യാം. ഇത് ഏത് വേണമല്ലോ നമുക്ക് ജസ്റ്റ് സെലക്ട് ചെയ്യാം. ഞാൻ തൽക്കാലം ഇത് സെലക്ട് ചെയ്യാം. അടുത്ത പ്രൊഫൈൽ ബിഹേവിയറാണ് ചോദിക്കുന്നത്. അതായത് ഏതൊക്കെ പ്രൊഫൈലിന് ഏത് രീതിയിൽ ഈ ടാബ് വിസിബിൾ ആവണമെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് 3 ഓപ്ഷൻസ് ആണുള്ളത്. ഡീഫാൾട്ട് ഓൺ, ഡീഫാൾട്ട് ഓഫ്, ടാബ് ഹിഡൻ. ഡീഫാൾട്ട് ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താലും ആ ഒരു പ്രൊഫൈലിന് ഈ ഒരു ടാബ് വിസിബിൾ ആയിട്ടിരിക്കും. മറ്റൊന്നാണ് ഡീഫാൾട്ട് ഓഫ്. ഡീഫാൾട്ട് ഓഫ് എന്ന് പറയുമ്പം ഡയറക്റ്റ്ലി വിസിബിൾ ആയിരിക്കത്തില്ല, നമുക്കത് എനേബിൾ ചെയ്യാൻ പറ്റും. മൂന്നാമത്തതാണ് ടാബ് ഹിഡൻ. ടാബ് ഹിഡൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടാബ് ആ ഒരു പ്രൊഫൈലിൽ കാണാനേ പറ്റത്തില്ല. അടുത്തത് ഏതൊക്കെ ആപ്ലിക്കേഷന് ഈ ടാബ് വിസിബിൾ ആയിരിക്കണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്ന എല്ലാ ആപ്ലിക്കേഷനും ലിസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ സപ്പോസ് നമുക്കിതിൽ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷന് മാത്രം ഈ ഒരു ടാബ് വിസിബിൾ ആയാൽ മതിയെങ്കിൽ നമുക്കത് മാത്രം സെലക്ട് ചെയ്യാം. ഞാൻ തൽക്കാലം ഇതിൽ ഓൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ സെയിൽസ്ഫോഴ്സിനകത്ത് ഇപ്പോൾ ഉള്ള ഏതൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താലും ഈ ഒരു ടാബ് അവിടെ വിസിബിൾ ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ കസ്റ്റം ടാബ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റ് ഒന്ന് ആക്സസ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ആപ്പ് ലോഞ്ചർ ക്ലിക്ക് ചെയ്യാം. അതിനകത്ത് നമ്മുടെ കസ്റ്റം ഒബ്ജക്റ്റ് നെയിം ടൈപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ സെയിൽസ്ഫോഴ്സിലുള്ള ഏതൊരു ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്താലും എല്ലാ ആപ്ലിക്കേഷനിലും ഈ ഒരു കസ്റ്റം ഒബ്ജക്റ്റ് വിസിബിൾ ആയിരിക്കും. കാര്യം നമ്മൾ അത് ഓൾറെഡി ഇനേബിൾ ചെയ്തിരുന്നു. നമുക്കിനി ഒരു പുതിയ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അതിനിവിടെ ന്യൂ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് കാണാം മൈ കസ്റ്റം ഒബ്ജക്റ്റ് നെയിം എന്ന് പറയുന്ന ഒരു ഫീൽഡ് മാത്രമേ ഓപ്പൺ ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ നേരം ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, നമ്മൾ ടെക്സ്റ്റാണ് അവിടെ സെലക്ട് ചെയ്തിരുന്നത്. നമ്മളിപ്പോൾ ഓട്ടോ നമ്പർ ആയിരുന്നു ക്രിയേറ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു നമ്പർ അസൈൻ ചെയ്തേനെ. സിൻസ് നമ്മളൊരു പേരാണ്, അതായത് റെക്കോർഡിന് പേര് കൊടുക്കണമെന്നാണ് നമ്മൾ സെറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് നമ്മളെടുത്ത് ആ റെക്കോർഡിൻ്റെ പേര് എന്തായിരിക്കണമെന്ന് നമ്മളോട് ചോദിക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, തൽക്കാലം നമുക്കിട്ടൊരു റെക്കോർഡ് നെയിം കൊടുക്കാം, ടെസ്റ്റ് 1, സേവ് ചെയ്യാം. ഓക്കെ, ഒരു റെക്കോർഡ് ക്രിയേറ്റ് ആയി. അടുത്ത വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് സെയിൽസ്ഫോഴ്സിൽ കസ്റ്റം ഫീൽഡ്സ് ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ടിൽ ദെൻ സ്റ്റേ ട്യൂൺഡ്. Bye bye. Thanks for watching.